പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ഷറഫുദ്ദീനിൽ ബൂസൂരി ബുർദയുടെ വരികളിൽ പ്രണയപ്പൂമഴ തുഷാരഹർഷം ചാർത്തിയ നാട്. അബൂബക്കറുൽ ബഗ്ദാദി വിത്രിയയുടെ വരികളിൽ നിലാവിന്റെ അലകൾ പോലെ സ്നേഹം നിറച്ച ഭൂമിക. ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫിൽ സ്നേഹത്തിന്റെ കൽഹാര പുഷ്പങ്ങൾ വിരിയിച്ച മണ്ണ്. പ്രണയത്തിന്റെ രാജകുമാരൻ വെളിയംകോട് ഉമർ ഖാലി യാ അക്രമൽ കുറമയിൽ ഇഷ്കിന്റെ കണ്ണീർ തൂകിയ നഗരി. സാർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഷെക്വായിൽ മനമുരുകി പരാതിപ്പെട്ട നാട്. ഋതുഭേദങ്ങൾ വഴിമാറി നിൽക്കുന്ന യാമസന്ധ്യകളിൽ ഉണരുന്ന പാരിജാത പൂവ് പോലും തോറ്റുപോകുന്ന സുഗന്ധം വിരിയുന്ന ആ രോമാഞ്ച സൗരഭ്യ ശുഭനിമിഷത്തിന്റെ സംഗമരഥിയിൽ സ്വയം മറന്നു പോകുന്ന പ്രവാചക നഗരമേ, ഏത് തൂലികയാണ് മദീനയെക്കുറിച്ച് എഴുതുമ്പോൾ നൃത്തം ചെയ്യാതെ പോയത്? ഏത് അധരപുടങ്ങളാണ് ആ നശീത പാടിയപ്പോൾ വിതുമ്പി വിറയാതെ പോയത്? ഏത് ഹൃദയങ്ങളാണ് ആ പ്രേമാഗ്നിയിൽ വെന്തു വെണ്ണീരാകാതെ പോയത്? അതെ, നൂറ്റാണ്ടുകളായി അവിരാമ പ്രവാഹമായി സ്നേഹം തേടി ആ നഗരിയിലേക്ക് ആശിക്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രണയം അത് വാക്കുകൾക്കതീതമായൊരു വികാരമാണ്. അതില്ലാതെ അനുസരണയും പൂർണ്ണമാകുന്നു. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. സ്വഹാബത്തിന്റെ പ്രകാശ ജീവിതത്തിൽ അത് തെളിയുന്നുണ്ട്. പ്രവാചകന്റെ ഒതുവിന്റെ വിശിഷ്ട ജലത്തിനായി സ്വഹാബത്ത് തിരക്കുകൂട്ടിയതിൽ, അവിടുത്തെ വിയർപ്പ് കണങ്ങളെ കുപ്പിയിലെടുത്ത് വെക്കാൻ ഭാര്യ തിടുക്കം കൂട്ടിയതിൽ, ഉവൈസുൽ ഖർണി തന്റെ പല്ലുകൾ അടിച്ചു കൊഴിച്ചതിൽ, പ്രവാചകന്റെ ഒഫാത്ത് വേളയിൽ ഉമർ പരിസരം മറന്ന് ക്രൂദ്ധനാകുന്നതിൽ, അങ്ങനെ പറഞ്ഞു തീർക്കാനാവാത്ത ഒട്ടേറെ സുഖനൊമ്പരങ്ങൾ പ്രണയം കടന്നുവരുന്നുണ്ട്. പ്രവാചകനെ ഓർമ്മകളിൽ അനുസരിക്കുക മാത്രമല്ല അവർ ചെയ്തത്, ഹൃദയം കൊണ്ടവർ ജീവനേക്കാൾ സ്നേഹിക്കുകയായിരുന്നു. അതില്ലാത്ത അനുസരണ മൃതമായിരിക്കും. അതെ, നാം സ്നേഹിക്കുന്നവരുടെ ഓർമ്മ, അവരെക്കുറിച്ചുള്ള വർത്തമാനം, അവരൊത്തുള്ള സമാഗമങ്ങൾ, സംസാരങ്ങൾ, അതൊക്കെ പ്രണയത്തിന്റെ ഭാഗങ്ങളാണ്. അത് ഇഷ്ടപ്പെടാതെ അനുസരിക്കുന്നു എന്ന് പറയുന്നത് എത്രമേൽ വിഡ്ഢിത്തമാണ്. എന്നാൽ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവരുടെ ഇഷ്ടത്തെ അനുസരിക്കുകയും വേണം. ഒരുപക്ഷെ അയാളെ പൂർണ്ണമായും അനുസരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ശ്രമിക്കണം. പക്ഷേ പ്രണയത്തിൽ പക്ഷെയെന്ന വാക്കേയില്ല. അവിടെ പൂർണ്ണതയേ ഉള്ളൂ. ആ പൂർണ്ണത ലഭിക്കാത്തത് കൊണ്ടാണ് ആശിക്യങ്ങൾ കരയുന്നതും വരികളിൽ കണ്ണീരിന്റെ കൽഹാര പുഷ്പങ്ങൾ ഉതിർക്കുന്നതും. അതില്ലാത്തതുകൊണ്ടാണ് പ്രവാചകൻ നമുക്ക് മാതൃകയല്ലാതെ പോകുന്നത്, തിരുസുന്നത്തുകൾ അന്യമാകുന്നതും. അതെ, മദീന ഒരു വികാരമായി പടരണം. ഒരു പാഷനായി യുവതലമുറ ഏറ്റെടുക്കണം. ഹൃദയത്തിൽ കൂടുകൂട്ടിയ പടിഞ്ഞാറിന്റെ വലക്കണ്ണികൾ പൊട്ടിച്ചെറിയണം. പ്രണയത്തിന്റെ ചിറകുമുളപ്പിച്ച് മദീനയിലേക്ക് പറക്കണം. ചിറകൊടിഞ്ഞ് ആ ഹരിത മിനാരത്തിനു താഴെ വീഴണം. നായകൻ നമ്മെ ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ എന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്.